പൈപ്പ് വാട്ടർ ലൈനിന്റെ കണക്ഷൻ ഇവർ രാത്രി ഈ റോഡ് ഇടിച്ചതിന്റെ ഭാഗമായിട്ട് വന്നാണ് ആ പൈപ്പ് ലൈൻ പൊട്ടിയത്. അത് ഇന്നലെ അത് മെയിൻറ്റെയിൻ ചെയ്തു എങ്കിൽ അതിൽ നിന്ന് വന്ന വെള്ളമാണാലും വീടിന് മൊത്തമായിട്ടാണെങ്കിൽ അപ്പം ഇനി ഒരു മഴ പെയ്താൽ തന്നെ ഇതിനകത്ത് ഈ അണ്ടർ പാസേജ് ഫുള്ള് വെള്ളം നിറയും. ആ വെള്ളം പുറത്തോട്ട് പോകത്തില്ല. അതിനുള്ള ഡ്രെയിനേജ് സംവിധാനം അവർ ചെയ്തിട്ടില്ല. ദേശീയപാതയിൽ നാവായിക്കുളം തട്ടുപാലം അണ്ടർ പാസേജിലെ വെള്ളക്കെട്ട് യാത്രക്കാർക്ക് ദുരിതമാകുന്നു. ഇരുചക്രവാഹന യാത്രക്കാരും കാൽനട യാത്രക്കാരും ചെളിവെള്ളത്തിൽ ചവിട്ടി വേണം യാത്ര ചെയ്യാൻ. കൊല്ലം ഭാഗത്ത് നിന്ന് വാഹനങ്ങൾ വരുന്നതിനാൽ പള്ളിക്കൽ റോഡിലേക്ക് കയറുന്ന വാഹനങ്ങൾ ഈ ചെളിവെള്ളത്തിൽ നിർത്തിയിടണം. ഇരുചക്രവാഹന യാത്രക്കാർ ചെളിവെള്ളത്തിൽ കാൽ കുത്തി നിൽക്കുകയല്ലാതെ മാർഗമില്ല. 3 ദിവസമായിട്ട് ഇവിടെ ഭയങ്കര വെള്ളക്കെട്ടാണ്. അതായത് ഇവിടെ ഒരു പൈപ്പ് ലൈൻ പൊട്ടിയിട്ട് അതിൻ്റെ വെള്ളമെല്ലാം കെട്ടിക്കിടക്കുകയാണ് ആ പാലത്തിൻ്റെ അടിയിൽ. അതവിടെ ആൾക്കാർക്ക് നടന്നു വരാൻ പോലും ബുദ്ധിമുട്ടാണ്. അതുപോലെ വണ്ടികൾ, അതുപോലെ തന്നെ ഇവിടെ ഒരു വലിയ കുഴിച്ചിട്ടിട്ട് പോയിരിക്കുകയാണ്. പല വണ്ടി അതിനകത്തൊന്നും ചാടാൻ സാധ്യതയുണ്ട്. അത് ഇതുവരെ നികത്തിയിട്ട് പോലുമില്ല. അതുപോലെ തന്നെ ഇപ്പം ഇവിടെ ഈ റോഡ് മെയിൻ്റെനൻസ് ചെയ്തിട്ട് ഭയങ്കര പൊടിയാണ്. ഇവിടെ നമുക്ക് കച്ചവടക്കാർക്കൊന്നും ഇവിടെ ഇരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. ഇതിനൊരു പരിഹാരം എത്രയും പെട്ടെന്ന് നിങ്ങൾ മീഡിയ തന്നെ ഇവരെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങോട്ട് കയറി വരാൻ ഒരു വലിയ സംവിധാനം ഒന്നുമില്ല. ഇപ്പം മൊത്തം കുഴിച്ച് റെഡിയാക്കി ഇട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടുന്ന് കുറേ പൈപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. ഒരു എല്ലാ സൈക്കിളിന് ട്യൂബിൻ്റെ ഇത് കാറ്റൊട്ടിക്കുന്ന പോലെയാണ്. ഇവിടുന്ന് അവിടെ വരെ ഒരു 30,000 പഞ്ചർ ഒട്ടിയിൽ കാണുമായിരിക്കും. എല്ലാം കൊണ്ടുവന്ന് എല്ലാം തൊട്ട് ഇപ്പോഴും വന്ന് തൊടിയിച്ച് വെച്ചിട്ട് പോയിട്ടുണ്ട്. അത് ഏത് പരിവാകുന്നുള്ള അറിയത്തില്ല. ഒന്ന് വെള്ളം കെട്ടാണ്. അപ്പോഴേ തന്നെ പൈപ്പ് പൊട്ടി വെള്ളം ആ റോഡിന് അതുണ്ട്. ഈ ഇവിടുത്തെ പൈപ്പ് പൊട്ടിയുള്ള വെള്ളമാണ് പോയിരിക്കുന്നത്. അതിന് പരിഹരിക്കാൻ അത് ഇനി അങ്ങനെ കിടന്നു പോകണം. അല്ലെങ്കിൽ ഇത് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവർ വന്നത് സക്ക് ചെയ്തെടുക്കത്തൊന്നുമില്ല. അതിന് ഇങ്ങനെയും കിടക്കും. പിന്നെ അതിന് വെള്ളം ഇത് ഒലിച്ചു പോകാനൊരു സംവിധാനമൊന്നും ഇല്ല അതിനകത്ത്. വെള്ളം അവിടെ വീഴുന്ന വെള്ളം അത് ഒലിച്ചു പോകാനൊന്നുമില്ല. ഇപ്പോൾ അതാണ്ട് കിടക്കുന്നുണ്ട്. അതിപ്പോൾ അത് കുളം പോലെ കിടക്കുകയാണ്. ഇപ്പോൾ അതങ്ങനെ അങ്ങ് കിടക്കും. ഇതിപ്പം 3 ദിവസമായി. ഇപ്പോൾ 4 ദിവസമായി. നാലല്ല, ഈ ഇപ്പോൾ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഇത് റോഡിൽ ഇതാക്കിയത്. അന്നും പോലെ ഇതിങ്ങനെയാണ് പോയി പൊട്ടി. ഇപ്പോൾ 4 നാളെ വന്ന് ഈ പൈപ്പെല്ലാം റെഡിയാക്കി ഇതായത്. ഇവിടുത്തെ അന്നുള്ള വെള്ളമാണ് ഞാൻ കിടക്കും. ഇപ്പോൾ ശരിയായപ്പോൾ ഇവിടെ പൈപ്പ് ഇത് പിന്നെ ഇതിൻ്റെ കുഴിയെടുത്തപ്പോൾ ഇതിന് പൈപ്പ് പൊട്ടി. ഇവിടെ പൊട്ടിയപ്പോൾ അത് ചെറിയ ലീക്കായിരുന്നു. അപ്പോൾ പിന്നെ ആ പൈപ്പ് ശരിയാക്കാനായിട്ട് പൈപ്പ് കട്ട് ചെയ്തപ്പോൾ ഈ പൈപ്പിൽ കിടന്ന വെള്ളമാണ് മൊത്തം വന്ന് പോയിരിക്കുന്നത്. വലിയ ബുദ്ധിമുട്ടാണ്. നേരത്തെ നമുക്ക് ഇവിടെ ഒരുവിധ സൗകര്യമെങ്കിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ അത്രയും സൗകര്യം പോലും ഇല്ല. ഇപ്പോൾ ഇത് വലിയ വണ്ടിയൊക്കെ കയറി വരുന്ന കണ്ടില്ല. ഒരുമാതിരി തോട്ടിൽ കൂടെ കയറി വരുന്ന പോലാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ ആ പോസ്റ്റ് ഓഫീസിലോട്ടൊക്കെ കയറണമെങ്കിലൊക്കെ വലിയ ബുദ്ധിമുട്ടായിട്ട് ഇവിടെ അവര് വന്ന് ഇത് കുത്തിക്കുഴിച്ചൊക്കെ ഇട്ടിട്ട് പോയി. അവിടെ ഒരു വെള്ളത്തിന്റെ പൈപ്പ് ഉണ്ടായിരുന്നു. അതും മുറിച്ച് വന്നിട്ട് കുത്തിയും കുഴിച്ചും ഒക്കെ അത് മുറിച്ച് അതിപ്പോൾ 2 ദിവസമായിട്ട് അവിടെയും കോരിയിട്ട് ആൾക്കാർ വരാനും പോകാനും ഒക്കെ വളരെ ബുദ്ധിമുട്ട് തന്നെ. അത് മാത്രമല്ല, ഇവിടെ ഇരിക്കാൻ വയ്യ. ഭയങ്കരമായ പൊടി അടങ്ങാത്ത പൊടിയാണ്. എന്നാൽ എപ്പോഴെങ്കിലും ഇത് വെള്ളമെങ്കിലും കൊണ്ട് ഒഴിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ആ അണ്ടർഗ്രൗണ്ടിന്റെ അകത്ത് നിറച്ച് വെള്ളമാണ്. അവിടെ നിന്ന് ആൾക്കാർ നടന്നു വരാനൊന്നും അവിടെ വഴിയില്ല. അണ്ടർഗ്രൗണ്ടിൽ കൂടെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്ത് വരാനൊന്നും വഴിയില്ല. അപ്പൊ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനാണ്. പൊടി ഒന്ന്, രണ്ടാമതായിട്ട് വെള്ളം കെട്ടിക്കിടക്കുന്നത്. എന്തായാലും ആ വെള്ളം ഇനിയിപ്പം കഴിഞ്ഞു പോകാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. അവിടെ നിന്നെയും കോരിക്കളയണം. ആൾക്കാർക്ക് ഒന്നിനും അപ്പുറത്തോട്ട് നടന്നു പോകാനോ ഇറങ്ങിപ്പോകാനോ ഒന്നും മാർഗമില്ല. വെള്ളത്തിൽ കൂടെ ഇറങ്ങി തന്നെ വണ്ടികളെല്ലാം വരുന്നത്. അശാസ്ത്രീയമായ ഒരു 2 ദിവസം മുന്നേ രാത്രി ചെയ്ത നിർമ്മാണമാണ് ഈ റോഡിൻ്റെ പ്രവർത്തനം. അതിൻ്റെ ഭാഗമായി അവരെന്നാൽ ഈ പണി കംപ്ലീറ്റ് ചെയ്യാതെ വിട്ടുപോയാൽ സിമൻറ്റ് പൊടിയാണ് മൊത്തം. ചായക്കട തുറക്കാൻ പറ്റാത്ത അവസ്ഥയായി. സ്ഥാപന 2 ജോലിക്കാർക്ക് ലീവായി. എനിക്ക് വാടക, കറണ്ട് ബില്ല്, കച്ചവടത്തിലെ നഷ്ടം അതെല്ലാം വന്നത്. അപ്പോൾ ജോലിക്കാരെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കാറ് ഇതിൻ്റെ പ്രവർത്തനം ടാറിങ് ചെയ്തതിന് ശേഷം മാത്രം തുടങ്ങാനാണ് വിചാരിച്ചിരിക്കുന്നത്. അത്രയ്ക്കും പൊടിയാണ്. ഞങ്ങൾക്കെല്ലാം ശ്വാസകോശമായിട്ട് ആകെ പൊടി കയറിയിട്ട് ചുമയും അലർജിയൊക്കെ ആയി കഴിഞ്ഞു. ഈ ഫ്രൂട്ട്സ് ഐറ്റംസ് വിൽക്കാൻ പറ്റുന്നില്ല. ഒരു കസ്റ്റമറിനൊരു വണ്ടി കൊണ്ട് നിർത്താൻ പറ്റുന്നില്ല. ബസ് യാത്രക്കാർക്ക് നിൽക്കാൻ പറ്റുന്നില്ല. അത്ര ദുരിതപരമായ അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ആ വാട്ടർ ലൈനിൻ്റെ പൈപ്പ് അന്ന് രാത്രി അവർ പൊട്ടിച്ചതാണ്. തിരിച്ചത് അതിൻ്റെ കംപ്ലയിൻറ്റ് പരിഹരിച്ച് തീർക്കാൻ ആ മണ്ണ് മാറ്റാൻ പറ്റാത്ത രീതിയിൽ നല്ല റഷുള്ളൊരു ജംഗ്ഷനാണ് ഇപ്പോൾ. കൊല്ലത്തുനിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്നതും കല്ലമ്പലത്തുനിന്ന് പള്ളിക്കലോട്ട് പോകുന്ന മെയിൻ റോഡായതിൻ്റെ ഭാഗത്ത് ഈ ഇത്രയും സ്ഥലം നോക്കുക. ആ പാലത്തിൻ്റെ അടിയിൽ കിടക്കുന്ന വെള്ളം കണ്ടില്ല മൊത്തം. ഇന്നലെ ആ പൈപ്പ് പൊട്ടിയതിൻ്റെ ഭാഗമായിട്ട് വന്നാണ്. അത് വലിച്ചു കളയാനോ ഒന്നും പറ്റിയിട്ടില്ല. NHA അധികാരികൾ ഇത് കാണുന്നില്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയത്തില്ല.
ഇത്രയും വേഗത അവരിൽ എത്തിക്കുകയും ഇതിനൊരു ഉടനെ ഒരു പരിഹാരമാർഗ്ഗം കാണുകയും ചെയ്യേണ്ടതാണ്. കാരണം ഇപ്പോൾ ജനങ്ങൾക്ക് വളരെ ദുരിതമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. തട്ടുപാലം ജംഗ്ഷൻ ഒറ്റപ്പെട്ടു എന്ന് വേണമെങ്കിൽ പൂർണ്ണമായും പറയാം. ജനങ്ങൾക്ക് തങ്ങാൻ പറ്റാത്ത അവസ്ഥയായി തട്ടുപാലം ജംഗ്ഷൻ. കാരണം ഇത്രയും നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജംഗ്ഷനാണ്. 3 സ്ഥലത്തുനിന്നും വാഹനങ്ങൾ വന്ന് കയറുന്ന ഒരു ജംഗ്ഷനായിട്ട് പോലും അധികാരികൾ ഇത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് പറയാം. പഞ്ചായത്തിന് തൊട്ട് താഴെ ആയിട്ട് പോലും അധികാരികൾ ആരും നോക്കുന്നില്ല. അതാണ് എൻ്റെ യാഥാർത്ഥ്യം.